നമ്മൾ എടുക്കുന്നത് ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് നമ്മൾ പോണത് എന്നുള്ളതാണ് എടുക്കുന്നത്. ഇതാ ചേച്ചി ഇതവിടെ ദോശ ഉണ്ടാക്കുകയാണ്. അമ്മ ഇതവിടെ കാപ്പി ഉണ്ടാക്കണ്. ഞങ്ങൾക്ക് രാവിലെ ഒരു കാപ്പി മസ്റ്റാണ്. എന്നിട്ട് അമ്മ അതായിട്ട് ഉമ്മാർത്തേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് കുടിക്കും. അപ്പോൾ ഒരു കാക്ക വന്നിരിക്കും അവിടെ കാപ്പി കുടിക്കുന്നിടത്ത്. അപ്പോൾ അമ്മ എന്താ കഴിക്കാൻ നമ്മുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ അത് അമ്മ കാക്കയ്ക്ക് കൊടുക്കും. കാക്ക വിളിക്കുമ്പോഴേക്കും കാക്ക വരും. ഇനി ഇത് കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ രാവിലത്തെ എന്താ കഴിക്കാനുള്ള വെച്ചാൽ കഴിക്കുള്ളൂ. നിങ്ങളെല്ലാവരും വിചാരിക്കും ഇവിടെ അമ്മയും ചേച്ചിയൊക്കെ കുളിച്ചല്ലോ എന്നുള്ളത്. ഞാൻ മാത്രം കുളിച്ചിട്ടില്ല. കഴിക്കുക എന്താ ഞാൻ മാത്രം കുളിക്കാത്തതെന്ന്. എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ കുറച്ച് മടിയാണ്. പിന്നെ ചില ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാറ്. കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു കപ്പ് കാപ്പി അമ്മയ്ക്ക് കുടിക്കണം. ഞങ്ങൾക്കൊക്കെ ഓരോ ഗ്ലാസ് തരുള്ളൂ കേട്ടാ. കണ്ട ഇതിലൊരു കപ്പ് കാപ്പി അമ്മയ്ക്ക് കുടിച്ചാലേ ശരിയാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ടൻ കാപ്പി ഞങ്ങൾ കുടിക്കും പാലൊഴിക്കാണ്ട്. ഇത് പാൽ ഒഴിച്ചിട്ടുള്ള കാപ്പി മസ്റ്റാണ് ഡെയിലി. കാപ്പി കുടിക്കാൻ പോവാണ് ഞങ്ങൾ. സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് ഞങ്ങളിവിടെ കാപ്പി കുടിക്കുക. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ കുപ്പി ഗ്ലാസ് ഒക്കെ എടുക്കുള്ളൂ. ഏട്ടനുള്ള കട്ടൻ കാപ്പി ഉണ്ടാക്കുകയാണ്. ഏട്ടൻ അഹങ്കാരമൊന്നും ഇല്ലാത്ത കാരണം ഏട്ടൻ കട്ടൻ കാപ്പി അത്ര കുടിക്കുള്ളൂ. കാരണം പാലൊഴിച്ച ചായ അവന് ഇഷ്ടമില്ല കാപ്പി. അപ്പോൾ ചേച്ചി ഇവിടെ കാക്ക വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാക്ക അമ്മടത്തേക്ക് വരും. അപ്പം അതാ എന്തേ പറ്റിയില്ലേ? ഇതാ കാക്ക അങ്ങനെ എടുത്തു കൊണ്ടുപോണ്ട്. നമ്മുടെ ബെസ്റ്റ് ആളാണ് കാക്ക. അച്ഛത പുറത്തേക്ക് പോണു. തറവാട്ടിക്കാണ് അച്ഛൻ പോണത്. കാലത്ത് ഞാൻ ഇട്ട് വരും. അടുക്കളയിൽ എന്തെങ്കിലും ചില്ലറ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന കഴിവും ഉമ്മറം തൊട്ട് അടുക്കള വരെ അടിച്ച് തുറക്കില്ല കേട്ടോ. അടിച്ച് വരിയിടും. അടുപ്പും ഗ്യാസൊക്കെ തുറക്കും. അപ്പോഴേക്കും എൻ്റെ മഞ്ജു നീട്ട് വരും. അപ്പം ഞാൻ അവിടെ പുറത്ത് പോയി കല്ല് തേച്ച് കുളിക്കും. കുളി കഴിഞ്ഞ് കാപ്പി വയ്ക്കും. കാപ്പി വെച്ച് ഒരു ഗ്ലാസ് കാപ്പി മഞ്ജുവിനവിടെ വയ്ക്കും. ബാക്കിയായിട്ട് ഞാൻ ഉമ്മറത്തേക്ക് പോയി ഞാനവിടെ ഉമ്മറത്ത് വന്ന് കുടിക്കുക. അപ്പം എനിക്കൊരു കാക്ക വരാണ്ട. കാക്കയ്ക്ക് ഞാൻ കൊടുത്തു. അത് ഇന്നും വരും. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോകും. ഇവിടെ ചായ കുടിക്കണ്. ഏട്ടന് ചായ കുടിക്കുമ്പോൾ ഫോൺ കണ്ടിട്ട് ഏട്ടന് ചായ കുടിക്കാൻ ഇറങ്ങുള്ളൂ കേട്ടാ. ഞാനും ഉണ്ണിയും കൂടിയിട്ട് കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഉണ്ണിക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ട്. ഉണ്ണി ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട്. റെയ്ഹാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട്. ഇനി ഉണ്ണിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, ചായ കൊടുക്കുക ഉണ്ട്. ഇവിടെ കറി വെക്കാനുള്ള കഷ്ണം നുറുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉണ്ണി വന്ന് നോക്കണുണ്ട്. ഇനി മത്തങ്ങയും പയറും ഓലം വെക്കാൻ ദോശ കൊടുക്കുകയാണ്. കുടിയിട്ട് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ കുട്ടി അങ്ങനെ പല്ല് തേച്ചു. ഇതാ കുളി വെച്ചിട്ടില്ല, പല്ല് തേച്ചു. അപ്പോൾ ഇതാ ചായ കുടിക്കുകയാണ്. കാശ്മീര എന്നാണ് പേര്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ദോശ കഴിക്കുകയാണ്. 2 ദോശയാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ പൊടി ഇളക്കിയ ദോശ എന്ന് പറയുമല്ലോ, അതാണ്. കറി ഇന്നലത്തെ ചെമ്മീൻ കറിയാണ്. വേറെ കറിയൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയില്ല. നല്ല ടേസ്റ്റ് അല്ല തലേദിവസത്തെ ചെമ്മീൻ കറി ദോശ. അങ്ങനെ
ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇനി പോവാണ്. ഞാനും ഗോപിയും കൂടിയിട്ട് അമ്പലത്തിൽ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. റൈഹാൻ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യണം. തന്നെ മാളിക്ക് വന്നതാണ്. ഓരോ ഐറ്റംസുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ മാളിലേക്ക് കയറി ഫോട്ടോസ് എടുത്തു. ഞാനും ഗോപിയും കൂടിയിട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. പിന്നെ അതുപോലെ മാളിൻ്റെ ഉൾവശം ഞങ്ങളവിടുന്ന് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഉൾവശം എടുത്തു. അതുപോലെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. കാരണം സ്കൂളുകളൊക്കെ തുറക്കുന്ന ടൈമല്ല, അതുകൊണ്ട് ആൾക്കാർ സാധനം വാങ്ങിക്കാനും അതുപോലെ കുട്ടികൾക്ക് ബാഗ്, കുട, ചെരുപ്പ് അങ്ങനെ ഐറ്റംസും ഒക്കെ വാങ്ങിക്കാൻ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ മാളിക്ക് ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളൊരു മാളിൽ നിന്ന് തിരിച്ചു പോന്നു. ഐസ്ക്രീം കഴിച്ചു, ഒരു ഷേക്കാണ് കഴിച്ചത്, അങ്ങനെ കഴിച്ചു. പിന്നെ വീട്ടിലെത്തി പോയിട്ട് വന്നു. ബസ്സിൽ പോണ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ബസ് നല്ല തിരക്കായിരുന്നു. ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. നമ്മൾ ഇന്നൊരു ചക്കക്കുരു കൊണ്ടുള്ള ഒരു ഷേക്കാണ് അടിക്കണത്. ചക്കക്കുരു ഇതാ കുറച്ചെടുത്തിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്കിത് വേവിക്കാം. അങ്ങനെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിക്കാം. കുറച്ച് പാൽ അതിലൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചക്കക്കുരു വേവിച്ച് വെച്ച ചക്കക്കുരും കൂടിയിട്ട് ഒന്നുകൊണ്ട് അടിച്ചെടുക്കുക. മിക്സിയിൽ ജാറിൽ ചക്കക്കുരും കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്രാവശ്യം അടിക്കാം. ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.